നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സുഷുമ്ന നാഡിയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ബിജു ഭദ്രനാണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഈ നട്ടെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്, പ്രത്യേകിച്ചും ഈ സുഷുമ്ന നാഡിയെ ബാധിക്കുന്നത്? ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറയാം. നട്ടലിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊരു വേദന ഉണ്ടാകാത്ത ആൾക്കാർ വളരെ വളരെ അപൂർവമാണ്. അത് സാധാരണ കഴുത്ത് പെടലിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ലോവർ ബാക്ക് താഴത്തെ ഭാഗത്തോ ആണ് കൂടുതലും ഉണ്ടാകുന്നത്. ഇത് ചില വൈകല്യങ്ങൾ ജന്മനാ ഉണ്ടായിരിക്കാം, ചില വൈകല്യങ്ങൾ നമ്മൾ ഏജ്ഡ് ആകുമ്പോഴാണ് ഉണ്ടാകുന്നത്, അതായത് അക്വേർഡ് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഡീജനറേറ്റീവ് ആയിട്ടുള്ള സ്പൈനൽ ഡിസീസാണ്, അതായത് തേയ്മാനം എന്ന് നമ്മൾ കോമൺ മലയാളത്തിൽ പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതാണ്. അതിനകത്ത് ഇപ്പം ഞാനീ കാണിക്കുന്നത് ഒരു തേയ്മാനം വന്ന ഒരാളുടെ പെടലിയുടെ ഭാഗത്തുള്ള ഇത് താഴത്തെ ഭാഗത്തുള്ള ഒരു MRI സ്പൈനിൻ്റെ MRI സ്കാനിൻ്റെ ആണ്. ഇതും കൂടാതെ ട്യൂമറുകൾ വരാം, പിന്നെ ആക്സിഡൻസ്, ഫോൾസ്, അങ്ങനെ ഉള്ള അപകടം സംഭവിക്കുന്ന ട്രോമ അങ്ങനെ ഉണ്ടാവാം. പിന്നെ ഈ ഓസ്റ്റിയോപോറോസ് എന്ന് പറയുന്ന, അതായത് കാൽസ്യം ഡെപ്പോസിഷൻ കുറഞ്ഞിട്ടുണ്ടാകുന്ന ബലക്ഷയം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഉണ്ടാവാം. ഡോക്ടർ, ഈ രോഗങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഈ നടുവേദന വരാനുള്ള കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, അതെല്ലാം ഒന്ന് വിശദീകരിക്കൂ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന എന്ന് പറയുന്നത്. അപ്പം നടുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങളുണ്ടാവാം, എന്നാലും കോമൺ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡീജനറേറ്റീവ്, അതായത് നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ബോഡിക്ക് ചില വ്യതിയാനങ്ങളുണ്ടാവും. അത് നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളെയും ബാധിക്കും. അതായത് നട്ടലിൻ്റെ ഡിസ്കിൻ്റെ ഭാഗത്തെ ബാധിക്കാം, നട്ടലിൻ്റെ കശേരുക്കളെ ബാധിക്കാം, അവിടെയുള്ള ലിഗമെൻറ്റ്സ്, അതായത് ഇതിനെ ബന്ധിപ്പിക്കുന്ന പേശികളെ ബാധിക്കാം, മസിൽസിനെ ബാധിക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ചില വ്യതിയാനങ്ങളുണ്ടാവും, തേയ്മാനങ്ങളുണ്ടാവും. അത് ഡിസ്കിനെ ബാധിച്ചിട്ട് ആ ഡിസ്ക് തെള്ളുകയോ അല്ലെങ്കിൽ ഡിസ്ക് ഡീജനറേഷൻ വന്നത് കൊളാപ്സ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് ചുറ്റുമുള്ള അതിനടുത്തായിട്ട് പോകുന്ന ഞരമ്പുകൾ അത് മർദ്ദം ഉണ്ടാക്കുകയും തുടർന്ന് വേദനയോ മരവിപ്പോ വീക്ക്നെസ്സോ ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളത് പിന്നെ തേയ്മാനമാണ്. പിന്നെ ഈ ഓസ്റ്റിയോപോറോസ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാർ, 40-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവാം. പിന്നെ വളരെ കുറവായിട്ട്, അത് അത്ര കോമൺ അല്ലാത്ത രീതിയിൽ ട്യൂമേഴ്സ്, സ്പൈന്, അത് കൂടുതലും പ്രായമുള്ള ആൾക്കാരിലാണ്. അത് ട്യൂമേഴ്സ് എന്ന് പറയുന്നത് സ്പൈൻ തന്നെ ഉണ്ടാകുന്ന ട്യൂമേഴ്സ് ഉണ്ടാകാം, അല്ല വേറൊരു ഓർഗനെ ബാധിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് മെറ്റസ്റ്റേഴ്സ് എന്ന് പറയും, അതായത് ദൂരെയുള്ള, അത് സ്പൈനിലേക്ക് ബാധിക്കുന്ന രീതിയിലുള്ള ട്യൂമേഴ്സ് കൊണ്ടുണ്ടാവാം. പിന്നെ ട്രോമ, റിപ്പീറ്റ് ആയിട്ടുള്ള ട്രോമ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വീണ് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ചിലപ്പോൾ മൈനർ ഫ്രാക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മേജർ ഫ്രാക്ചേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ലിഗമെൻ്റ് ഇഞ്ചുറി ആയിരിക്കും, ഇതുകൊണ്ടും ഉണ്ടാവാം. പിന്നെ അപൂർവമായിട്ട് പിന്നെ ഇൻഫെക്ഷൻസ്, സ്പോണ്ടിലോഡിസ്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇൻഫെക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്നുണ്ട്. ടി ബിയും വേറൊരു കോമൺ കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ലങ്സിനെ ബാധിക്കുന്ന ടി ബി കുറഞ്ഞു വരുവാണ്. കൂടുതലും സ്പൈനിനെയും മറ്റു ഭാഗങ്ങളെയും ബാധിക്കുന്ന ടി.ബിയാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ടും ഉണ്ടാവാം. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നടുവേദന എന്ന് പറയുന്നത് മിക്കവാറും നമുക്കെല്ലാം, ഇപ്പം ഞാനീ പറയുന്ന കേൾക്കുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് എനിക്ക് ഇതാണോ അല്ലെങ്കിൽ മറ്റേതാണോ ട്യൂമറാണോ എന്നൊക്കെ സംശയമുള്ള ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നടുവേദന അത് ഇടയ്ക്ക് കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. അല്ലാതെ കൂടി വരുന്ന നടുവേദന, അതിൻ്റെ കൂടെ മരവിപ്പ്, പേശി ബലക്കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളത് കൂടുതൽ ഫർദർ ഇവാലുവേഷൻ ചെയ്യേണ്ടതുണ്ട്. ഡോക്ടർ, നമ്മുടെ നിത്യജീവിതത്തിൽ സർവ്വസാധാരണമായിട്ട് ഒട്ടുമിക്ക ആളുകളിലും കണ്ടുവരുന്നൊരു അസുഖമാണ് ഈ നടുവേദന എന്ന് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ ഈ സ്പൈനൽ കോഡിനെ ബാധിക്കുന്ന രോഗങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമൺ ആയിട്ടുള്ളതാണ് നടുവേദന. അതുപോലെ തന്നെ പെടലിക്ക് വേദനയും ഉണ്ടാകാറുണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഈ മസിൽ ടെൻഷൻ അല്ലെങ്കിൽ ഡിജനറേറ്റീവ് സ്പൈൻ ഡിസീസ്, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇത് ഞാനീ പറഞ്ഞ കണക്ക് സാധാരണഗതിയിൽ വരും, നമ്മൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുക അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കും, അപ്പോഴത് മാറും.
അപ്പം മിക്കവാറും പൂർണ്ണമായിട്ട് മാറും, അല്ലെങ്കിൽ ചെറിയൊരു വേദന മാത്രമായിട്ട് മാറും അത്. പിന്നെ നമുക്ക് പ്രശ്നം കൂടുതലായിട്ടുണ്ടാകുന്ന വെച്ചാൽ ഈ വേദന കൂടിക്കൂടി വരിക. അത് ഒരു കാലിലേക്ക് ഒരു പ്രത്യേക ഞരമ്പ് പോകുന്ന സാധാരണ കാലിൻ്റെ പുറകിലെ ഭാഗത്തേക്ക് വന്നിട്ട് അത് പാദത്തിൻ്റെ അടിയിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ അത് സയാറ്റിക്ക എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വരിക. അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ മരവിപ്പും പെട്ടെന്ന് കൂടുക, കാലിന് വീക്ക്നെസ് വരിക, ഇപ്പം പാദം മുകളിലേക്ക് ഉയർത്താൻ പറ്റാത്ത രീതിയിൽ വരിക, അല്ലെങ്കിൽ പാദത്തിലെ വിരലുകൾക്ക് വീക്ക്നെസ് വരിക, പിന്നെ രാത്രിയിൽ വേദന കൂടുക. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ വരുമ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. അതിനെപ്പറ്റി ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ സ്കാനുകൾ എടുത്ത് നോക്കുകയോ വേണ്ടി വരും. ചിലപ്പോൾ ഇത് ഡിസ്ക് തെള്ളിയിട്ട് ഞരമ്പിനുണ്ടാകുന്ന പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം അപൂർവമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ട്യൂമർ കൊണ്ടോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് കൊണ്ടോ വരാവുന്നതാണ്. കൂടുതലായിട്ടും കണ്ടുവരുന്നത് തേയ്മാനം കൊണ്ടാണ്. അത് 70-80% നമ്മൾ മെഡിസിനും പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്ങും പോസ്റ്റർ കറക്ഷൻ, ഫിസിയോതെറാപ്പി ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സാ രീതികൾ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അനാൾസിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ഇപ്പം വേദനയ്ക്കും പിടിത്തം കുറയാനുള്ള മെഡിസിൻസ് ഉണ്ട്, മരുന്നുകൾ, അത് വെച്ചിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. കൂടുതൽ പ്രശ്നം ഇപ്പം ഞരമ്പിന് നല്ല കംപ്രഷൻ, ഇതുവഴി വരുന്ന ഞരമ്പുകൾക്ക് കംപ്രഷൻ ഉണ്ടാകുന്ന രീതിയിലുള്ള തകരാറുകൾ, ട്യൂമർ, ഇതിന് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നും സരോജിനിയാണ്. സരോജിനി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ സാറേ, പറഞ്ഞോളൂ. എനിക്ക് ശരീരം മൊത്തം വേദനയാണ്. എൻ്റെ എനിക്കൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. വയറ് ഗർഭപാത്രം എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കണ്ടമാനം വീഴ്ചയൊക്കെ വീണിട്ടുണ്ട്. അങ്ങനെ നടുവിന് സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2-3 എല്ല് പൊടിഞ്ഞിടക്കണം എന്ന് പറഞ്ഞ്, നടു അകൽച്ചയുണ്ടെന്ന് പറഞ്ഞ്, പെടല് വേദന, കൈകാല് മുട്ടൊക്കെ എഴപ്പാൻ തോറും വേദനയാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡോക്ടറൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ അതിനകത്ത് 1-2 കാര്യങ്ങൾ പറയട്ടെ. നമ്മുടെ കോമൺ ആയിട്ടുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ഇപ്പം പറഞ്ഞത് ഗർഭപാത്രത്തിനുള്ള ഓപ്പറേഷൻ ചെയ്യുന്നത് പലപ്പോഴും നട്ടെല്ല് കുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നട്ടെല്ല് കുത്തി കഴിയുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുകയും അതിനെ തുടർന്ന് വലിയ വേദനകൾ ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് പലരും പറഞ്ഞാൽ കണ്ടു. പക്ഷേ ആക്ച്വലി നമ്മൾ വളരെ നേർത്ത ഒരു സൂചിയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ സൂചി ഒരു മരുന്ന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അത് യൂഷ്വലി നല്ലപോലെ ഹീൽ ചെയ്ത് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ അപൂർവം ചില ആൾക്കാർക്ക് അവിടെ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകുന്നതുകൊണ്ടോ അങ്ങനെയൊക്കെ ഉണ്ട്. വളരെ ചെറിയ ശതമാനം ആൾക്കാർക്കാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ ഇതൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇതിന് മുമ്പ് തന്നെ പലപ്പോഴും നമുക്ക് നടുവേദന ഉണ്ടായിരിക്കാം. അത് നമ്മൾ പലപ്പോഴും ഇത് കഴിയുമ്പം ചിലപ്പോൾ കൂടിയതായിട്ട് തോന്നുകയും അങ്ങനെ പറയുന്നതാണ് ഒരു കാര്യം. 2, ഇപ്പോൾ ഗർഭപാത്രം എടുത്ത് കഴിയുന്നതോടെ നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഹോർമോണൽ ട്രീറ്റ്മെൻറ്റ് പ്രശ്നമുണ്ടാകുന്നു. ഗർഭപാത്രത്തിൻ്റെ കൂടെ ഓവറി, അണ്ടാശയങ്ങൾ എടുക്കുമ്പോഴാണ് സാധാരണ ഹോർമോൺസിൻ്റെ വ്യത്യാസം ഉണ്ടാകുകയും ഓസ്റ്റിയോപോറോസ് തുടങ്ങിയ കാര്യങ്ങളുണ്ടാകും. അത് പലപ്പോഴും ഇപ്പോൾ റീപ്ലേസ്മെൻറ്റ് തെറാപ്പീസ് ഉണ്ട്, കാൽസ്യം, വൈറ്റമിൻ D3 നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓസ്റ്റിയോപോറോസിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പിന്നെ ഈ തേയ്മാനം എന്ന് പറയുന്നത് നട്ടലിനെ മാത്രമായിട്ട് വരണമെന്നില്ല. അതാണിപ്പോൾ പറഞ്ഞത്, പെടലിക്കും വേദനയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തേയ്മാനം പലപ്പോഴും വരുമ്പോൾ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞ് വരുന്നത് നട്ടലിനും പെടലിക്കും മറ്റ് ഭാഗങ്ങളിലും, ഇപ്പോൾ തൊറാസിക് പാർട്ടെന്ന് പറയും, അപ്പോൾ അതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ വരാം. ഏറ്റവും കൂടുതൽ വരുന്നത് നട്ടലിനാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്രേഡഡ് ട്രീറ്റ്മെൻറ്റാണ്. ആദ്യം നമ്മൾ പോസ്റ്റർ കറക്ഷനും റിലാക്സേഷൻ എക്സസൈസും കൊടുത്ത് നോക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, നട്ടലിന് ചുറ്റുമുള്ള മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യുന്നു. ആദ്യം റെസ്റ്റ് എടുക്കുക, പെയിൻ കുറയുമ്പോൾ അത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങൾ കൂടി നിൽക്കുകയാണെങ്കിൽ മറ്റ് ചില മാർഗ്ഗങ്ങളുണ്ട്, ഫിസിയോതെറാപ്പിയുടെ ഭാഗങ്ങളായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. ഇതൊന്നും പറ്റുന്നില്ല, ഞരമ്പിൻ്റെ കംപ്രഷൻ കൂടി വരുന്നു, അത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പം അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒരു ക്ലിനിക്കൽ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഒരു ഇൻ്റർവെൻഷനിലേക്ക് പോകേണ്ടി വരുന്നത്. പ്രേക്ഷകയ്ക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഡോക്ടർ, അടുത്തൊരു ചോദ്യമാണ്. ഇതിലെ സങ്കീർണതകൾ എന്തെല്ലാമാണ്? അതായത് ഒത്തിരി അപകടങ്ങൾ ഈ നടുവേദന കാരണം നമുക്ക് വരാൻ ഇടയുണ്ട്. അപ്പം അതിൻ്റെ അപകടങ്ങൾ കൂടെ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇപ്പം മിക്കവാറും ആൾക്കാർ ഒരു ഓപ്പറേഷനൊക്കെ പോകുന്നതിന് മുമ്പ് ഒന്ന് ഇത് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ചോദിക്കും, പിന്നെ നമുക്ക് ആ ചെയ്യാൻ പോകുന്ന ഡോക്ടറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ സാധാരണ നോക്കുന്നൊരു കാര്യമാണ് ഇൻ്റർനെറ്റ്. ഈ ഇൻ്റർനെറ്റിന് ഗുണമുണ്ട് ദോഷമുണ്ട്. അതിന് നല്ല കാര്യങ്ങളുണ്ട് ചീത്ത കാര്യങ്ങളുണ്ട്. അതായത് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് വരും. പിന്നെ ചില പ്രശ്നങ്ങൾ അത് പിന്നെ പ്രസിദ്ധീകരിച്ച് കാണിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം
അതിനകത്ത് ഏത് നമ്മൾ എടുക്കണം ഏത് എടുക്കണ്ട എന്നുള്ളത് ഇതിനെപ്പറ്റി അറിയാവുന്ന ഒരു ഡോക്ടറോടോ ഒരാളോടോ സംസാരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ടീം ആ രോഗിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്തൊക്കെ ഇപ്പം ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നട്ടലിൻ്റെ ആ കംപ്രഷൻ ഉണ്ടാക്കുന്ന ഭാഗം എടുത്ത് മാറ്റിയിട്ട് ചിലപ്പോൾ അവിടെ നമ്മൾ ടൈറ്റാനിയം റോഡ്സ് അല്ലെങ്കിൽ സ്ക്രൂസ് വെച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റി, അതായത് നട്ടലിൻ്റെ ആ ബലം നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ബലം കൊടുക്കാനായിട്ടും അതിൻ്റെ ആ ഭാഗം ഫ്യൂഷൻ എന്ന് പറയും, അതായത് ആ കൂടുതൽ അനക്കമുള്ള ഭാഗം പിടിച്ചിരിക്കാനുമായിട്ട് ഒരു കൺസ്ട്രക്റ്റ് ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഇത് ഈ ഞരമ്പുകളുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ എടുക്കുമ്പോൾ ഈ ഞരമ്പുകൾക്ക് ചെറിയ രീതിയിലുള്ള ക്ഷതം സംഭവിക്കാം. അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള മരവിപ്പ് കൂടുകയോ ചെറിയ വീക്ക്നെസ്സുകളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് പിന്നീടുള്ള സമയത്ത് എക്സസൈസ് ചെയ്തും മറ്റും അത് മാറ്റാവുന്നതുമാണ്. കൂടുതലും അങ്ങനെയുള്ളതാണ്. ചിലപ്പോൾ ഈ ഡ്യൂറ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അതിനകത്ത് നമ്മുടെ ഞരമ്പ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതിനകത്ത് ചെറിയ കീറലുകൾ വന്നിട്ട് അതിലെ കൂടെ ഫ്ലൂയിഡ് ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അതും നമുക്കത് റിപ്പയർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ ഇതിലുള്ള അപകടങ്ങളായിട്ട് വരാവുന്നത്. അത് ആ ടീം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അത് കൺസെൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വിശദീകരിച്ച് കൊടുക്കുകയാണ് പതിവ്. വ്യക്തമാണ് ഡോക്ടർ. മനസ്സിലായെന്ന് കേൾക്കാൻ മനസ്സിലായി, വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? അതായത് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് നമുക്ക് ഈ നടുവേദന ഭേദമാക്കാൻ സാധിക്കുമോ? ഡോക്ടർ ഒന്നുകൂടി ചോദിക്കട്ടെ, കേൾക്കാമോ? ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ്? പൂർണ്ണമായിട്ട് നമുക്ക് ഈ നടുവേദന ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ? അതെ, അതൊരു വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഈ നമ്മുടെ നട്ടലിൻ്റെ ഭാഗങ്ങൾ അതിനകത്ത് പല പല ജോയിൻസ് ഉണ്ട്, ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ടുള്ള രണ്ട് കശേരുകൾക്കിടയ്ക്കുള്ള ഡിസ്ക് ചേർന്നിട്ടുള്ള ജോയിൻ്റ്. അപ്പോൾ ഈ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കംപ്രഷൻ ഉണ്ടാക്കുന്ന ഭാഗവും അതിനോടനുബന്ധിച്ചുള്ള ഭാഗവുമാണ് ചെയ്യുന്നത്. എല്ലാ ലെവലും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതൊക്കെ സ്റ്റേബിളാണ്. പക്ഷേ ചെറിയ ചെറിയ വേദനകൾ പെർസിസ്റ്റ് ചെയ്യാം. ചെറിയ വേദനകൾ പിന്നെ ചിലപ്പം മരവിപ്പ് കുറച്ച് നാളത്തേക്കുണ്ടാവാം. അതെല്ലാം നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓപ്പറേഷന് ശേഷം ഈ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ് ചെയ്തിട്ടും തുടർന്നുള്ള ചില ആൻറ്റി ഇൻഫ്ലമറ്ററി പിന്നെ മരുന്നുകളും വെച്ച് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് മിക്കവാറും. പിന്നെ പോസ്റ്റ് കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ അബ്നോർമലായിട്ടുള്ളൊരു പോസ്റ്റാണ് പലപ്പോഴും ഈ നാച്ചുറൽ ഏജിങ്ങിനെക്കാട്ടിലും ഈ പ്രശ്നങ്ങൾ കൂട്ടുന്നത്. അപ്പോൾ അതും നമ്മൾ കൺട്രോൾ ചെയ്യണം. വ്യക്തമായി ഡോക്ടർ. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും രാജനാണ്. രാജൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, യെസ്, പറഞ്ഞോളൂ. ഇത് ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ടായിട്ടേ ഒരു 5-6 വർഷമായി. അങ്ങനെ പല ഡോക്ടറായിട്ട് ഞാൻ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പോ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞത്. എന്നാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 1.5 വർഷത്തോളം ആയിട്ടുണ്ടാവും. ഓക്കെ, പറഞ്ഞോളൂ. എന്ന് വെച്ചാല് ഡിസ്കിന്റെ കംപ്ലീറ്റ് വേദന, 2 കാലിന്റെ മുട്ടിന്റെ അവിടെ നിന്നുണ്ട് ഭയങ്കര വേദന. അതുപോലെ തന്നെ നമ്മുടെ തലയുടെ പെരടിയുടെ ഭയങ്കര വേദന, തലേന്ന് ഉള്ളിൽ കൂടെ തന്നെ എന്തൊരു വേദന മാറി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് പക്ഷെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ വേദന ഇതുവരെ പോകുന്നില്ല. 1 മണിക്കൂർ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം വേദന വരും. അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ല, ഉറക്കത്തിന് വളരെ കുറവാണ്. മനസ്സിലായി. അതായത് വേദന കാരണം നമുക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല. അതെ. അത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ നട്ടലിൻ്റെ തേയ്മാനം എന്ന് പറഞ്ഞാൽ ഒറ്റ ലെവൽ മാത്രമായിട്ട് വരുന്നത് വളരെ കുറവാണ്. അത് ചിലപ്പോൾ ഡിസ്ക് തെള്ളുന്ന മാത്രമായിട്ടായിരിക്കും വരുന്നത്. തേയ്മാനമായിട്ട് വരുന്ന പലപ്പോഴും പല ലെവലുകളിൽ ചേർന്നാണ് വരുന്നത്.
അപ്പം നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതാണ് നേരത്തെ സൂചിപ്പിച്ചത്, അതായത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളൊരു, അതായത് ഞരമ്പിനും അല്ലെങ്കിൽ സുഷുമ്ന നാഡിക്കും ഇത് കംപ്രഷൻ ഉണ്ടാക്കി അതിനെ മരയിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ഇതാണ് മെയിനായിട്ട് എടുക്കുന്നത്. ബാക്കിയുള്ള ചെറിയ ചെറിയ തേയ്മാനങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് വരുന്നൊരു കാര്യമല്ല. അത് നമ്മൾ മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ അവിടെ ഉള്ള നീർക്കെട്ട് കുറയ്ക്കാനുള്ള മെഡിസിൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, പിന്നെ മരുന്നുകൾ, പിന്നെ മസിൽ റിലാക്സൻസ് എന്ന് പറയും, അങ്ങനെയുള്ള മരുന്നുകൾ, ഇതെല്ലാം ചേർത്തും പിന്നെ എക്സസൈസ് തെറാപ്പിയുണ്ട്, ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന കൂട്ടത്തിലുള്ള കാര്യങ്ങൾ. അതിന് പല രീതിയിലുണ്ട്. ഫിസിയോതെറാപ്പി തന്നെ പല രീതിയിലുണ്ട്. ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെറിയ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, IFT എന്ന് പറഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളും കൂടെ ചേർന്നിട്ടാണ് ഇത് പിന്നീട് അങ്ങോട്ട് നമ്മൾ ചികിത്സിക്കുന്നത്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ചികിത്സ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേഷൻ കൊണ്ട് തീരുന്നില്ല. വീണ്ടും നമ്മൾ ഡോക്ടറുമായിട്ട് അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും ആ പിന്നീടുള്ള ചികിത്സ എന്താണ് വേണ്ടത് എന്നുള്ളത് മിക്കവാറും ഈ ഓപ്പറേറ്റിംഗ് ടീം തന്നെ പറയും. അത് വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇപ്പം ചിലപ്പം നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ വെയിറ്റ് എടുക്കുന്നത്, പെട്ടെന്ന് കുനിയുന്നത്, ഇതൊക്കെ വീണ്ടും അടുത്തുള്ള ലെവലിലുള്ള ഡിസ്കുകൾ വീക്കാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിത രീതിയും കൂടെ നമ്മൾ വ്യത്യാസപ്പെടുത്തണം. ചില മരുന്നുകൾ കഴിക്കേണ്ടി വരും, എക്സസൈസ് ചെയ്യേണ്ടി വരും. അത് വിശദമായിട്ട് ചെയ്ത ഡോക്ടറായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഡോക്ടർ, ഒട്ടുമിക്ക ആളുകൾക്കും സംശയമുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പോകുന്നത്. മരുന്ന് കൊണ്ട് ഈ നടുവേദനയെ നമുക്ക് മാറ്റാനാകുമോ? അതുപോലെ തന്നെ സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത് എപ്പോഴാണ്? വളരെ നല്ല ചോദ്യമാണ്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചു. അതായത് നടുവേദന വളരെ കോമൺ ആണ്. അപ്പം എല്ലാ നടുവേദനയും നമ്മൾ ഓപ്പറേഷൻ ചെയ്യേണ്ടിയില്ല. ഒരു 70-80% നടുവേദനകളും ഞാനീ നേരത്തെ സൂചിപ്പിച്ച പോലെ വേദന സംഹാരികൾ, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ്, പോസ്റ്റർ കറക്ഷൻ, എക്സസൈസ്, ഇതുകൊണ്ട് ചികിത്സ ഭേദമാക്കുന്നതാണ്. വളരെ ചെറിയ ശതമാനം നടുവേദനയാണ് ഇത്. പിന്നെ പ്രോഗ്രസീവായിട്ടുള്ള പെയിൻ ഉണ്ടാകുക, അത് നമ്മൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കുക. അത് കാരണം ഞരമ്പിന് കംപ്രഷൻ ഉണ്ടായിട്ട് വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യുക. പിന്നൊരു കാര്യം, ഈ മൂത്രത്തിൻ്റെയും മലം പോകുന്നതിൻ്റെയും കൺട്രോള് പോവുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഒരു ട്യൂമർ കൊണ്ടുണ്ടാകുക, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വന്ന് ഉള്ള പ്രശ്നങ്ങൾ, ഇതുകൊണ്ട് ഈ സമയത്താണ് നമ്മളത് ഓപ്പറേഷന് പോകുന്നത്. അല്ലാതുള്ളതെല്ലാം ഈ കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിക്കൽ മാനേജ്മെൻറ്റും സപ്പോർട്ടീവ് കെയറും കൊണ്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ നടുവേദന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാത്തിനും ഒരു പ്രിവെൻറ്റീവ് മെഷറുണ്ട്. അതായത് നമ്മുടെ ഒരു ഹെൽത്തി ഏജിങ് എന്ന് പറയും. അതായത് നമ്മുടെ പ്രായം കൂടുന്നതിന് നമ്മൾ തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നട്ടലിൻ്റെ എക്സസൈസും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. നട്ടലിൻ്റെ വ്യായാമങ്ങൾ ഇപ്പം യൂട്യൂബിലൊക്കെ പലയിടത്തും കാണാം. ചിലതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നുമുണ്ട്, എന്നാലും പല രീതിയിലുള്ള അതോറിറ്റീവായിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇത് നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. നട്ടലിൻ്റെ വ്യായാമങ്ങൾ, പിന്നെ കാൽസ്യം ഉള്ള ഭക്ഷണങ്ങൾ ആവശ്യത്തിന് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു തേയ്മാനത്തിൻ്റെ പ്രക്രിയ നമുക്ക് സുഗമമാക്കാൻ പറ്റും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങളും കുറയ്ക്കാൻ പറ്റും. പിന്നീടാണ് ഇത് വന്നു കഴിയുമ്പോഴുള്ള പ്രശ്നങ്ങൾ മാനേജ് ചെയ്യുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് കൂടുതലും ഈ പറഞ്ഞ എക്സസൈസും വേദന സംഹാരികൾ ഒരു അളവ് വരെയും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പലയിടത്തും ഈ പറഞ്ഞ ടെൻസ് എന്ന് പറഞ്ഞ ചെറിയ പോക്കറ്റ് ടെൻസ് പോലത്തെ മെഷീനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അളവ് വരെ വേദന മരുന്നില്ലാതെ തന്നെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ വിദഗ്ധനായിട്ടുള്ള ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു തെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ ഒരു ന്യൂറോ അല്ലെങ്കിൽ സ്പൈൻ സർജൻ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് ഇങ്ങനെയുള്ളവരുമായിട്ട്, ഓർത്തോപീഡീഷ്യൻ ഇങ്ങനെയുള്ളവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു അഡ്വൈസ് എടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അഞ്ചലിൽ നിന്നും പ്രദീപ് കുമാർ ചേരുന്നുണ്ട്. പ്രദീപ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പ്രദീപ് പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. സാറേ, എനിക്ക് നടുവേദന വന്നിട്ട് പിന്നെ ഞാനൊരു ഡോക്ടറെ കണ്ടായിരുന്നു. പറഞ്ഞോളൂ. അപ്പം പിന്നെ ഞാൻ എക്സ്റേ എടുത്തോണ്ട് പോയി കാണിച്ചു. എക്സ്റേ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേന് ഈ ഡിസ്ക് തള്ളി നിൽക്കുക. അപ്പൊ ആ ഡിസ്ക് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഈ നടുവേദന ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3 മാസം ഗുളിക കഴിക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ ആ 3 മാസം ഗുളിക കഴിച്ച് എന്നിട്ട് ഒരു ബെൽറ്റും തന്ന് ബെൽറ്റ് പിടിച്ച് ടൈറ്റ് ചെയ്ത് കെട്ടാനൊക്കെ ഉണ്ട്. അങ്ങനെ അതിൽ എനിക്ക് ഒത്തിരി മാറ്റമുണ്ട്. പക്ഷേ പിന്നെ സ്ഥിരം അത് കെട്ടരുതെന്ന് പറഞ്ഞു, ആ ബെൽറ്റ് കെട്ടരുത്. അങ്ങനെ ഞാൻ ഇപ്പോൾ സ്ഥിരം അങ്ങനെ കെട്ടുന്നില്ല. എന്നാലും വല്ലപ്പോഴും അത് കെട്ടിയേ വെക്കൂ. കടുത്ത ജോലികൾ വല്ലതും ചെയ്യുമ്പോഴത്തേന് നടു പിന്നെ വേദന വരുന്നുണ്ട്. അപ്പൊ അത് അതിന്റെ കാര്യം സ്ഥിരമായിട്ടൊരു കാര്യം എങ്ങനെയാണെന്ന് അറിയാനുണ്ട്. അതായത് ആദ്യത്തെ കുറച്ചാൾ നമ്മൾ ആ പിന്നെ വേദന സംഹാരികളും പിന്നെ ഈ മസിലിൻ്റെ പിടുത്തം കുറയ്ക്കാനുള്ള മരുന്നുകളുമാണ് ഈ എനിക്ക് തോന്നുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അതായിരിക്കാം. അത് തന്നെ വേദന സംഹാരികൾ നമ്മളിപ്പം അങ്ങനെ തുടർച്ചയായിട്ട് കഴിക്കാൻ പറയാറില്ല. വേദന ഒരു 2 വീക്സ് എങ്ങാനും കഴിച്ചിട്ട് പിന്നെ വേദന വരുമ്പോൾ മാത്രം കഴിക്കാനുള്ള വേദന സംഹാരികൾ, പിന്നെ നമ്മൾ ലോക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വേദന സംഹാരികളും ഉണ്ട്. ഇപ്പോൾ ക്രീം ഓയിൻമെൻ്റ് രൂപത്തിലോ അല്ലെങ്കിൽ പാച്ചസ് ഒട്ടിക്കുന്ന പാച്ചസിൻ്റെ രൂപത്തിലോ ഒക്കെ ഉണ്ടാവും. പിന്നെ ഉള്ളത് ഈ നമ്മൾ ഈ പറഞ്ഞ ആ ബെൽറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന കോഴ്സെറ്റാണ്. അതായത് ഒരു ബെൽറ്റ് പോലെ നമ്മളെ ചുറ്റും നട്ടലിനൊരു സപ്പോർട്ട്, ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോഴോ നിൽക്കുമ്പോഴോ ഒക്കെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടും കൂടെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് ഈ സൂചിപ്പിച്ചത്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ മസിലിൻ്റെ ഒരു യൂഷ്വൽ കൺട്രാക്ഷനെ അത് ബാധിക്കുകയും ക്രമേണ ഈ മസിലിൻ്റെ ശോഷണം ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതെന്ന് ഡോക്ടർ വിലക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പിന്നെ ഇപ്പോൾ പറഞ്ഞത് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ഈ വേദന കൂടുതലുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ വലിയ വേദനയുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് വീണ്ടും അങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്, കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരും. ഈ തേയ്മാനം കൂടുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഇതിങ്ങനെ നിൽക്കുന്നതെന്നുള്ളത്. ഇപ്പോൾ എക്സ്റേയിൽ നമുക്ക് എല്ലാം അറിയാൻ പറ്റില്ല. എക്സ്റേ സാധാരണ ബോണിൻ്റെ അവസ്ഥയാണ് അറിയാൻ പറ്റുന്നത് കൂടുതലും. അതിനകത്തുള്ള ബോണിൻ്റെ തേയ്മാനങ്ങളെല്ലാം അറിയാൻ പറ്റും. ഈ ഡിസ്ക് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. ആ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇൻഡയറക്റ്റായിട്ട് നമുക്ക് ഡിസ്ക് തള്ളുന്നതിൻ്റെ എഫക്റ്റുകൾ പിന്നെ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. കൂടുതൽ വ്യക്തമായിട്ട് അറിയുന്നതിന് നമ്മൾ ഇപ്പോൾ സാധാരണ എല്ലാവരും ആശ്രയിക്കുന്നത് MRI സ്കാനുകളാണ്. അത് കുറച്ചും കൂടെ നല്ല ആ ടിഷ്യൂവിനെ പറ്റി അറിയാൻ പറ്റും, ഞരമ്പുകളെ പറ്റി അറിയാൻ പറ്റും, കംപ്രഷൻ കൂടുതലുണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രഷർ കൂടുതലാണ്, ഇത് എന്തെങ്കിലും ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ ഈ നടുവേദന എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് മനസ്സിലാക്കുന്നു. ഡോക്ടർ, ഇതിൽ സർജറി എങ്ങനെയാണ്? അതായത് സർജറി ചെയ്യുന്ന രീതികൾ പലതുണ്ടല്ലോ, അതിൽ ഏറ്റവും ഉചിതം ഏതാണ്? അതെ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ സർജറി എന്ന് പറയുമ്പോൾ സാധാരണ സർജറി നമ്മൾ ആദ്യം പറയാറില്ല. മറ്റുള്ള ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ സർജറി പ്രൈമറിലി ഇൻഡിക്കേറ്റ് ആയിട്ടുള്ള ട്യൂമർ പോലത്തെ കാര്യങ്ങൾക്കാണ് നമ്മൾ സർജറി പറയുന്നത്. ഇപ്പോൾ സർജറി ഇപ്പോൾ പറയുമ്പോൾ തന്നെ പൊതുവേ ഉള്ളൊരു സംശയം, ഇത് ഓപ്പൺ ചെയ്താണോ ചെയ്യുന്നത്, കീ ഹോൾ വഴിയാണോ ചെയ്യുന്നത് എന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു എല്ലാവർക്കും ഉള്ളൊരു സംശയം. കാരണം കീ ഹോളിനെ പറ്റി എല്ലാവരും ഇപ്പോൾ നന്നായിട്ട് ബോധവാന്മാരാണ്. മിക്കവാറും ശസ്ത്രക്രിയകൾ ഇപ്പോൾ കീ ഹോൾ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ചെറിയൊരു സുഷിരത്തിലൂടെ നമ്മൾ അത് ഓപ്പൺ ചെയ്ത് എൻഡോസ്കോപ്പോ മൈക്രോസ്കോപ്പോ ഉപയോഗിച്ച് ആ ഭാഗത്ത് പ്രശ്നമുള്ള ഭാഗം നീക്കം ചെയ്യുകയോ മാറ്റുകയോ അതിന് ബലം കിട്ടാൻ വേണ്ടി മറ്റ് ഇംപ്ലാൻറ്റ്സ്, അതായത് ഇപ്പം സ്റ്റീൽ ടൈറ്റാനിയം റോഡ്സോ സ്ക്രൂവോ പിടിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പലപ്പോഴും കീ ഹോൾ വഴി തന്നെയാണ് ചെയ്യുന്നത്. എന്നാലും ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ട്യൂമറുകൾ, ചില ട്യൂമർ എല്ലാം മൾട്ടിപ്പിൾ ലെവലിൽ വരുന്ന ട്യൂമറുകൾ, വളരെ കൂടുതൽ പല ലെവലുകളിൽ വരുന്ന കംപ്രഷൻ, 2-ലധികം വരുന്ന കംപ്രഷൻ, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിലപ്പം ഓപ്പൺ തന്നെ ചെയ്യേണ്ടതായിട്ട് വരാം. അത് അങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ പെഡലിക്കാണെങ്കിൽ 2 രീതിയിലാണ്. അത് പുറകിൽ നിന്നുള്ള ഓപ്പറേഷനുണ്ട്, ഫ്രണ്ടിൽ നിന്നുള്ള ഓപ്പറേഷനുണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കിയിട്ട്, ഇപ്പം തൈറോയിഡക്ടമി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നത് പോലെ ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് അതിലേക്കൂടെ വെർട്ടിബ്രൽ കോളത്തിൽ ചെന്നിട്ട് ആ ഡിസ്ക് എടുത്ത് മാറ്റി ആർട്ടിഫിഷ്യൽ ഡിസ്ക് വെക്കുകയോ അല്ലെങ്കിൽ ഈ ഇംപ്ലാന്റ് വെക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ചെറിയ രീതിയിലാണ് ചെയ്യുന്നത്. വലിയ വേദനകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകാത്ത രീതിയിലുള്ള, മിക്കവാറും അപൂർവമായിട്ട് മാത്രമാണ് ഇതിനുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള രീതിയിലാണ് ഓപ്പറേഷനുകൾ ചെയ്യുന്നത്. അതായത് കീ ഹോളുണ്ട്, ഓപ്പൺ മെത്തേഡ്സ് ഉണ്ട്. അത് ഏതാണ് വേണ്ടതെന്നുള്ളത് ആ രോഗിയുടെ അവസ്ഥയും ആ സ്കാനിലെ ഫൈൻഡിങ്ങും എത്ര ലെവൽ ഇൻവോൾവ് ആണ്, ഫ്രണ്ടിലാണോ ബാക്കിലാണോ കൂടുതൽ കംപ്രഷൻ ഒക്കെ ഉള്ള
ബേസിലാണ് തീരുമാനിക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളുള്ളവർ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? അത് നല്ല ചോദ്യമാണ്. ഇപ്പം നട്ടലിന് വേദനയുള്ള ആൾക്കാർ, അത് വളരെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ പെടലിക്ക് വേദനയുള്ളത് പലപ്പോഴും നമ്മൾ അങ്ങ് വേണ്ടാന്ന് വയ്ക്കും, ട്രീറ്റ് ചെയ്യേണ്ട. ചില മരുന്നുകൾ ഓവർ ദ കൗണ്ടർ കിട്ടുന്ന മരുന്നുകൾ വാങ്ങിച്ച് കഴിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഡിസ്ക് ഡാമേജ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്യും, തല ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും ആകുക, അല്ലെങ്കിൽ തല പോയി എവിടെയെങ്കിലും തട്ടുക, അല്ലെങ്കിൽ ഒന്ന് വീഴുക. ഈ പ്രശ്നമുള്ള ഒരാളൊന്ന് വീഴുക, ചെറിയ വീഴ്ചയാലും മതി. അപ്പോഴീ പ്രശ്നം സുഷുമ്നാ നാഡിയെ പെട്ടെന്ന് നല്ല രീതിയിൽ കംപ്രസ് ചെയ്യും, അവിടെ ഒരു ക്ഷതം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതാണ് ഒരു രീതിയിലുണ്ടാകുന്നൊരു പ്രശ്നം, പെട്ടെന്നുണ്ടാകുന്ന. വ്യക്തമാണ് ഡോക്ടർ. സുഷുമ്ന നാഡിയെ ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ എന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ബിജു ഭദ്രനാണ്. ഡോക്ടർ നന്ദി. നന്ദി, നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.